പണ്ടൊരു മനുഷ്യൻ ആലുവയിൽ വെച്ചിട്ട് ഞാൻ ഈ നമ്മൾ തമ്മിൽ നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ സംസാരിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് ഈ ഗസ്റ്റായിട്ട് വെക്കണം, കണ്ട അലവലാദികളൊന്നും കൊണ്ട് ഗസ്റ്റാക്കി വെക്കരുത്. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ ഒരു സിനിമാ സ്ക്രിപ്റ്റ് എഴുതാൻ പോയതാണ്. ഇത് ഓരോന്ന് പരീക്ഷിക്കണമല്ലോ. അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റിയ പണിയെല്ലാം മനസ്സിലാക്കി തിരിച്ചു പോരും. അപ്പോൾ ഇയാൾ നമ്മളെ വിടത്തില്ല. അപ്പം നമ്മുടെ കൂടെ പ്രൊഡ്യൂസർ നിൽക്കുക. പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പൈസ ഉള്ളവന് പെട്ടെന്ന് ബോറടിക്കും. അവൻ്റെ കുറ്റമല്ല, കാശുണ്ടല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരന് ബോറടിച്ചു തുടങ്ങി, ഇയാളെ കൊണ്ട് കൈയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ നടന്നിട്ട് ഇങ്ങനെ പിന്തിരിയില്ല. അപ്പോൾ ഞാൻ അങ്ങയുടെ പേരൊക്കെ എഴുതിയെടുത്തു, അഡ്രസ്സൊക്കെ എഴുതിയെടുത്തിട്ട് ഞാൻ എന്തെന്ന് അറിയാമോ, ഏഷ്യാനെറ്റിൽ പോയിട്ട് അടുത്ത തവണ നമ്മൾ തമ്മിൽ ഗസ്റ്റായിട്ട് ഇയാളെ ബുക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ആരെയും അറിയോ, ഇപ്പുറത്ത് ബി സന്ധ്യ, ശ്രീലേഖ IPS, ഭയങ്കര സ്ട്രോങ് ഒരു 5 സ്ത്രീകളെ വെച്ചിട്ട് ഇടയ്ക്ക് ശ്രീകൃഷ്ണൻ്റെ കുട്ടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഒറ്റ വാചകം പറയാൻ പറ്റില്ല, വാ തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ വിറച്ചുപോയി. ഇവരെ നോക്കുമ്പോൾ ശ്രീലേഖ IPS കംപ്ലീറ്റ് പ്രശ്നമായി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇത് ഭയങ്കര പാടല്ലേ സംസാരിക്കാൻ. ഞാൻ ആലുവ പാലസിൻ്റെ ഉപയോഗിച്ച് പറഞ്ഞില്ലായിരുന്നു നല്ല ഗസ്റ്റിനെ കൊണ്ടുവരാൻ. ഞാൻ മനസ്സിലാക്കി ഒരു നവാഗത പ്രതിഭയെ കിട്ടിയതെന്ന് വെച്ച് കൊണ്ടുവച്ചതാണ്. എന്താ സംസാരിക്കാൻ ഞാൻ ചോദിച്ചു. പാവം വല്ലാതായി പോയി. എന്നിട്ട് സാധു മനുഷ്യൻ വല്ലാതായി പോയി. പിന്നെ ഞാൻ നോക്കി ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി കാണിക്കണ്ടേ, എഴുതി കാണിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പുള്ളി. അപ്പോൾ വെറുതെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല, മുഖസാക്ഷി എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ക്യാമറ നോക്കി ഞാൻ പറയുന്ന വാചകം തെറ്റുകൂടാതെ പറയാൻ പറഞ്ഞു. അങ്ങനെ 6 തവണ എടുത്ത് 6 ടേക്കിൽ അത് പൂർത്തിയാക്കി. അത് തന്നെ 4 റേഞ്ചിൽ എടുക്കേണ്ടി വന്നു. കാര്യം 4 തവണയും തെറ്റിച്ചത്. അപ്പോൾ ഓരോ വാക്ക് പറയുമ്പോൾ ഓരോ റേഞ്ചായിരുന്നു. അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളി ഇപ്പോൾ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ പിന്നെ ഇതാരും പറഞ്ഞിട്ടില്ല.